ലോകപ്രശസ്തമായ ഖസീദത്തുൽ ബുർദയുടെ രചയിതാവ് ഇമാം ബൂസൂരിയുടെ മഖബറ സ്ഥിതി ചെയ്യുന്നത് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയോട് ചേർന്ന് തന്നെയാണ്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈജിപ്തിലെ രണ്ടാമത്തെ വലിയ നഗരവും നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള അലക്സാൻഡ്രിയ എന്ന മഹാനഗരത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളും പാടങ്ങളും നിറഞ്ഞ റോഡിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടരുകയാണ്. കൈറോയിൽ നിന്ന് അലക്സാൻഡ്രിയയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി. അലക്സാൻഡ്രിയ അടുക്കാനായാൽ റോഡും റെയിൽവേയും ഏകദേശം സമാന്തരമായി കിടക്കുന്നത് കാണാം. BC 332 അലക്സാണ്ടർ ചക്രവർത്തിയാണ് അലക്സാൻഡ്രിയ നഗരം സ്ഥാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൊക്കൗഖീസ് രാജാവായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. നബി തങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നബി തങ്ങൾക്ക് സമ്മാനമായി അടിമസ്ത്രീയായ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയെ നൽകുകയും ചെയ്തിരുന്നു. മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് അലക്സാൻഡ്രിയ നഗരം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ചരിത്ര നഗരത്തിൽ കാലുകുത്തി. ഈ കടലിനപ്പുറമാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ഇളം കാറ്റിന്റെ സ്പർശമുള്ള അലക്സാൻഡ്രിയക്ക് യൂറോപ്പിന്റെ സ്വഭാവങ്ങളും രീതികളുമാണ്. ഇന്ന് തന്നെ ഞങ്ങൾക്ക് കൈറോയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനായ അബുൽ അബ്ബാസ് മുർസിയുടെ മഖാമിലേക്കാണ് ഞങ്ങൾ ആദ്യമായി പോയത്. വിശാലവും അതിമനോഹരമായ പള്ളിയുടെ താഴെ നിലയിലാണ് മഹാനവറുകളുടെ മഖാം സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ അതിവിശാലവും ഗംഭീരവുമായ മിനാരങ്ങൾ അത്യധികം ഉയരമുള്ളതാണ്. ഇന്നത്തെ സ്പെയിനിലെ മുർസിയ എന്ന പട്ടണത്തിലാണ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഹിജ്റ 640 മാതാപിതാക്കളും ഒന്നിച്ചുള്ള ഹജ്ജ് യാത്രയിൽ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് മുങ്ങി മാതാപിതാക്കൾ മരിക്കുകയുണ്ടായി. മുർസി റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുകയും ചെയ്തു. തുനീഷ്യയിൽ വെച്ചാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. അവരൊന്നിച്ച് പിന്നീട് ഈജിപ്തിലെത്തി അലക്സാൻഡ്രിയയിൽ താമസമാക്കി. ഷാദുലി ഇമാമിന്റെ വഫാത്തിനു ശേഷം ഷാദുലി തുരീഖത്തിന്റെ ഖലീഫ സ്ഥാനം മഹാനവറുകൾ ഏറ്റെടുത്തു. അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിലായി അനുവദനീയമായ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിൽ അദ്ദേഹം ആരെയും തടഞ്ഞിരുന്നില്ല. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ അദ്ദേഹം എപ്പോഴും എടുത്തുദ്ധരിക്കേണ്ടായിരുന്നു. ഷേഖ് പറഞ്ഞു, ഓ മകനെ, നീ തണുത്ത വെള്ളം കുടിക്കുക. കാരണം ചൂടുവെള്ളം കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നീ വളരെ പിശുക്കോടെയാണ് അത് പറയുന്നത്. അത് നിന്റെ നാവ് കൊണ്ടുള്ള ഉരുവിടലാണ്. അതേസമയം തണുത്ത വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. ലോകപ്രശസ്തമായ ഖസീദത്തുൽ ബുർദയുടെ രചയിതാവ് ഇമാം ബൂസൂരിയുടെ മഖബറ സ്ഥിതി ചെയ്യുന്നത് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയോട് ചേർന്ന് തന്നെയാണ്. ഇമാം ബൂസൂരിക്ക് തളർവാദം പിടിപെടുകയും വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയും ചെയ്തപ്പോൾ തന്റെ രോഗശമനത്തിന് വേണ്ടിയാണ് ബുർദ രചിച്ചത്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد سيد الكونين والثقلين. محمد سيد الكونين والثقلين. ബുർദ എഴുതിക്കൊണ്ടിരിക്കെ ഫമബ്ലഉൽ ഇൽമു ഫീഹി അന്നഹു ബശറുൻ എന്ന കാവ്യത്തിന്റെ ആദ്യ പകുതി എഴുതിയപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വന്നു. ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതനാവുകയും വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന ബാക്കി ഭാഗം പറഞ്ഞു കൊടുക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവനമായ കരം കൊണ്ട് അസുഖം ബാധിച്ച സ്ഥലത്ത് തടവുകയും രോഗം സുഖമാവുകയും ചെയ്തു. ബുർഉദ്ദാ അഥവാ രോഗശമനം എന്നത് ലോപിച്ചാണ് ബുർദയായത്. ഇമാം അബുൽ അബ്ബാസ് മുർസിയുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി. അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യനും കിതാബുൽ ഹിക്കമിന്റെ രചയിതാവുമായ ഇബ്നു അത്താഉല്ല സിക്കന്ദരിയുടെ മഖാം സ്ഥിതി ചെയ്യുന്നത് കൈറോയിലാണ്. അതായത് അബുൽ അബ്ബാസ് മുർസിയുടെ ഒരു ശിഷ്യന് പദ്യരചനക്കുള്ള കഴിവ് ലഭിച്ചപ്പോൾ മറ്റേ ശിഷ്യന് അത് ഗദ്യരചനയിലായിരുന്നു. ഇമാം ബൂസൂരിയുടെ മഖബറയുടെ ചുമരുകളിലും മേൽപ്പുരകളിലൊക്കെയായിട്ട് ബുർദ പൂർണ്ണമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
محمد سيد الكونين അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹുവിന്റെ മറ്റൊരു ശിഷ്യനായ യാഖൂത്തുൽ അർഷ് റളിയല്ലാഹുവിന്റെ മഖാമും ഇവിടെ നിന്ന് ഏതാനും മീറ്ററുകൾ അകലെയാണ്. മുർസി റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം ഷാദുലി ത്വരീഖത്തിന്റെ ഖലീഫയായിരുന്നു അദ്ദേഹം. ഷേഖിന്റെ പുത്രി ബഹ്ജയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. ഹിജ്റ 732 വഫാത്ത്. അവിടെയും സിയാറത്ത് ചെയ്ത് ഞങ്ങൾ പുറത്തു കടന്നു. ഖുർആൻ 31 സൂറത്തിൽ പരിചയപ്പെടുത്തുന്ന മഹത് വ്യക്തിത്വമായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെയും ബനു ഇസ്രായേൽ പ്രവാചകന്മാരിൽപ്പെട്ട ദാനിയേൽ അലൈഹിസ്സലാമിന്റെയും മഖാമുകളിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. BC 10-ാം നൂറ്റാണ്ടിൽ ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ആഫ്രിക്കയിൽ ജീവിച്ച അടിമയായിരുന്ന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന് അള്ളാഹു ഹിക്മത്ത് നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹം തന്റെ മകന് നൽകിയ സാരോപദേശങ്ങളാണ് സൂറത്തുൽ ലുഖ്മാനിലുള്ളത്. ഖുർആനിൽ ദാനിയേൽ നബിയെക്കുറിച്ച് പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിലും ബൈബിളിൽ പലയിടത്തായി അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട്. സിയാറത്ത് ചെയ്ത് ഞങ്ങൾ പുറത്തു കടന്നു. ലോക പ്രശസ്തമായ അലക്സാൻഡ്രിയ ലൈബ്രറി സന്ദർശിക്കുക എന്നത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അന്വേഷിച്ചപ്പോൾ 7 മണിക്ക് ലൈബ്രറി അടക്കും. ഞങ്ങൾ വളരെ വേഗത്തിൽ കാറോടിച്ച് ലൈബ്രറിയിൽ എത്തി. നിർഭാഗ്യവശാൽ സന്ദർശന സമയം അവസാനിച്ചിരുന്നു. എന്നാൽ ടിക്കറ്റ് ഇല്ലാതെ ലൈബ്രറിയുടെ മെയിൻ ഹാൾ സന്ദർശിച്ച് വരാനുള്ള അവസരം അവർ അനുവദിച്ചു. കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. ഞങ്ങൾ ലൈബ്രറിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. നിരവധി ബുദ്ധിജീവികൾക്കും ശാസ്ത്ര ഗവേഷകർക്കും ജന്മം നൽകിയ ഈ ലൈബ്രറി BC 290 ടോളമി രണ്ടാമന്റെ കാലത്താണ് പൂർത്തിയായത്. BC 48 ജൂലിയസ് സീസറുടെ കാലത്ത് ഇത് അഗ്നിക്കിരയായിരുന്നു. മെഡിറ്ററേനിയൻ കടലിന് അഭിമുഖമായി അത്യാകർഷക രൂപത്തിലാണ് ഇതിന്റെ നിർമ്മിതി. അകത്ത് വളരെയധികം നിശബ്ദതയിൽ ആയിരക്കണക്കിന് പഠിതാക്കൾ മനോഹരമായ ഇരിപ്പിടങ്ങളിലിരുന്ന് അറിവ് സ്വന്തമാക്കുന്നു. അത്യാധുനിക ലൈബ്രറിയായ അലക്സാൻഡ്രിയ ലൈബ്രറിക്ക് 12,500 സ്ക്വയർ മീറ്റർ വീതിയുണ്ട്. വിശ്വപ്രസിദ്ധമായ അലക്സാൻഡ്രിയ ലൈബ്രറി കാണാനുള്ള സൗഭാഗ്യത്തിൽ സന്തോഷം തോന്നിയെങ്കിലും ലൈബ്രറി ഉപയോഗപ്പെടുത്താൻ അവസരമില്ലാത്തതിനാൽ ഏറെ ദുഃഖം തോന്നി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതിനാൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. മെഡിറ്ററേനിയൻ്റെ തീരത്തുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി വിഭവസമൃദ്ധമായ ഫിഷ് ഐറ്റംസ് കഴിച്ച് ഞങ്ങൾ കൈറോയിലേക്ക് മടങ്ങി. രാത്രി 10 മണിയോടെ ഞങ്ങൾ കൈറോയിൽ തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ കൈറോ സിറ്റിയിലെ ഇമാം ഹുസൈൻ പള്ളിയുടെ അടുത്തുള്ള ഖാൻ ഖലീലി സ്ട്രീറ്റിൽ പോയി കുറച്ച് ഷോപ്പിംഗ് നടത്തി. അന്ന് ഉച്ചയോടെ ഞങ്ങൾ നാട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഒരാഴ്ച നീണ്ട സംഭവബഹുലമായ യാത്രക്ക് വിരാമം കുറിച്ച് മിസ്രിന്റെ മണ്ണിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ഒരായുഷ്കാലം മുഴുവനും ഓർമ്മിക്കപ്പെടാനുള്ള സുന്ദരമായ നിമിഷങ്ങളെ സമ്മാനിച്ച മിസ്ർ എന്ന ചരിത്രഭൂമികയോട് താൽക്കാലികമായി വിട. കൗതുകവും അനുഭൂതിയും ആത്മോത്കർഷവും ഒരുപോലെ അനുഭവിച്ച വല്ലാത്ത ദിനങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. ഒരിക്കൽ കൂടി ആ നല്ല ദിനങ്ങൾ തേടി ഈ മണ്ണിൽ തിരിച്ചെത്തണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങൾ നാട്ടിലേക്ക് പറന്നു.